അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണല്ലോ. വല്ലാത്ത സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണത്തെക്കുറിച്ച്? അത് ഖുർആനിൻ്റെ അവതരണമാണല്ലോ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനാകട്ടെ ഹുദൽ ലിന്നാസ്, നമുക്കൊക്കെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അഥവാ സ്നേഹനിധിയായ നമ്മുടെ സൃഷ്ടാവ്, കാരുണ്യവാനായ നമ്മുടെ നാഥൻ നമ്മോട് പറയുന്ന കുറേ മെസ്സേജുകളാണ്, സന്ദേശങ്ങളാണ് ഖുർആൻ. അത് നമുക്ക് മനസ്സിലാകണ്ടേ? ഒരാവർത്തിയെങ്കിലും ആ മെസ്സേജുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കട്ടെ. ഒരാവർത്തിയെങ്കിലും ആ മെസ്സേജുകളുടെ കണ്ടന്റ് എന്താണ് എന്ന് നമ്മളൊന്ന് കേൾക്കണ്ടേ? സഹോദരങ്ങളെ, ഖുർആൻ പ്രയാസം അനുഭവിക്കുന്ന മനസ്സുകൾക്ക് സമാധാനം നൽകുന്നു, ദുഃഖമനുഭവിക്കുന്നവരുടെ ദുഃഖങ്ങൾ നീക്കുന്നു, മനഃശാന്തി പ്രദാനം ചെയ്യുന്നു. പതിയെ പതിയെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും പകരുന്നു. അത്രയും അസാധാരണ സ്വാധീന ശക്തി വിശുദ്ധ ഖുർആനിനുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്, ശുദ്ധഹൃദയരായ എത്രയോ പേർ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ കാരണം ഈ ഖുർആൻ മാത്രമായിരുന്നു. അറബി ഭാഷ അറിയാത്തവരെ പോലും അതിൻ്റെ പാരായണം കോരിത്തരിപ്പിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ഖുർആനിനാൽ സ്വാധീനിക്കപ്പെട്ട ജീവിതത്തിൽ അവർണ്ണനീയമായ മാറ്റങ്ങൾക്ക് വിധേയരായ അനേകം പേർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കയിലെ മലമടക്കുകളിൽ വീരപുരുഷനായി ഏവരെയും ഭയപ്പെടുത്തി മക്കാനിവാസികളുടെ മേലാളനായി ജീവിച്ചിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കട്ടിയുള്ള ഹൃദയത്തെ മൃദുവാക്കിയത് സൂറത്തു താഹയിലെ താഹ എന്ന അധ്യായത്തിലെ ഏതാനും വചനങ്ങളായിരുന്നു. ഓർക്കുന്നില്ലേ? സൂറ ഹദീദിലെ ഒരു വചനം, ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന വ്യക്തി, അദ്ദേഹം അന്യസ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ആരോ സൂറത്തു ഹദീദിലെ ഈ ഒരു വചനം പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അറിയണം, നമ്മൾ പാരായണം നടത്തുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴേക്ക് നമ്മെ അത് സ്വാധീനിക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴ്ത്താൻ അതിന് സാധിക്കും. നമ്മെ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹു പറയുന്നു, ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനീതമാകുന്നതും അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. നിർജീവമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. കൊടുങ്കാറ്റിൽ ഇളകാത്ത പർവ്വതങ്ങളാണ് പേടിച്ച് വിറകൊള്ളും എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഇതൊരു വല്ലാത്ത പ്രതിഭാസമാണ്. മനുഷ്യ മനസ്സുകളെ വിറകൊള്ളിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രതിഭാസം. നമ്മുടെ അസ്ഥികളിലൂടെ, സിരകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അസാധാരണമായ ഒരു വിറയുണ്ട്. അത് നമ്മുടെ അവയവങ്ങളെയോ മനസ്സിനെയോ മാത്രമല്ല സ്വാധീനിക്കുന്നത്, മറിച്ച് അതിനെല്ലാം അപ്പുറമാണ് അതിൻ്റെ സ്വാധീനം. അത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ. നിശ്ചയമായും ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം നൽകപ്പെട്ടവർ, അവർക്കിത് വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദിലായിക്കൊണ്ട് മുഖം കുത്തി വീഴുന്നതാകുന്നു എന്ന്. ഇതാണ് ചരിത്രം. തുഫൈൽ ഇബ്നു അംർ ദൗസ് എന്ന ഒരു വലിയ സാഹിത്യകാരനുണ്ടായിരുന്നു, ഒരു കവിയായിരുന്നു അദ്ദേഹം. ദൗസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം മുഹമ്മദിനെ കുറിച്ചുള്ള വാർത്ത സമൂഹത്തിൽ പരന്നപ്പോൾ നബിയെ കാണാൻ വേണ്ടി മക്കയിലെത്തിയതാ. ഖുറൈശി സമൂഹം അദ്ദേഹത്തെ വളഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തുഫൈൽ, താങ്കൾ ഒരു കവിയാണ്, ഗോത്ര നേതാവാണ്,
താങ്കൾ മുഹമ്മദിനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ സംസാരത്തിൽ താങ്കൾ പെട്ടുപോകും, അതിൽ ആകർഷണീയത അനുഭവപ്പെടും, അത് സിഹറാണ്, അതിൽ വഞ്ചിതനാകരുത്, താങ്കൾ കേൾക്കരുത് എന്ന് പറഞ്ഞു. തുഫൈൽ പറയുകയാണ്, എന്നിട്ടും എനിക്ക് കേൾക്കാൻ ആവേശമായി. അവരെന്നോട് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേൾക്കരുത് കേൾക്കരുത് എന്ന്. ഞാൻ മുഹമ്മദിനെ കാണാൻ തീരുമാനിച്ചു. പക്ഷേ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവി അടക്കാൻ 2 പഞ്ഞിക്കഷ്ണങ്ങളുമായാണ് ഞാൻ മുഹമ്മദിന്റെ അടുത്ത് ചെന്നത്. പക്ഷേ മുഹമ്മദിന്റെ സംസാരം കേട്ടപ്പോൾ, ഖുർആന്റെ പാരായണം കേട്ടപ്പോൾ ഞാൻ അതിൽ വല്ലാതെ ആകൃഷ്ടനായി. അറിയാമോ നിങ്ങൾക്ക്, തുഫൈൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കേവലം മുസ്ലിമായിട്ടല്ല, ഇസ്ലാമിക പ്രബോധകനായാണ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതാണ് ചരിത്രം. ഇത് ഒരുപാട് ചരിത്രമുണ്ട്, പറഞ്ഞാൽ തീരാത്ത ചരിത്രം. ഒരു അബ്സീനിയയിലെ രാജാവായിരുന്ന, ക്രിസ്തീയ രാജാവായിരുന്ന നജാഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നജാഷിയുടെ അടുത്തേക്ക് ഒരു വേള മുസ്ലിങ്ങൾക്ക് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബശയിലേക്ക്, അബ്സീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി മുസ്ലിങ്ങളോട് പറഞ്ഞു. അവർ അബ്സീനിയയിലെത്തി. അവിടെ അവർക്ക് സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതമുണ്ടെന്നറിഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് വല്ലാത്ത പ്രയാസമായി. അവർ 2 പ്രതിനിധികളെ പറഞ്ഞയച്ചു. ഒരുപാട് സമ്മാനങ്ങളുമായാണ് അവർ പറഞ്ഞയച്ചത്. ഇന്നലെ നാം ആ ചരിത്രം മനസ്സിലാക്കിയതാണ് പലപ്പോഴും ആ ചരിത്രം. എന്നിട്ട് ആ പ്രതിനിധികൾ രാജാവിനെ കണ്ടു. രാജാവ് അവർ പറയുന്നത് കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മുഹമ്മദ് നബിക്ക് അള്ളാഹുവിൽ നിന്ന് വന്ന വല്ല വേദവും സന്ദേശവുമുണ്ടോ ഒന്ന് കേൾക്കാനെന്ന്. ജാഫർ ഇബ്നു അബീ താലിബ് ആയിരുന്നു മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത്. അദ്ദേഹം സൂറ മറിയമിലെ ആദ്യത്തെ ഏതാനും വചനങ്ങൾ കേൾപ്പിച്ചു. അറിയാമോ നിങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന്? ഈ നജാശി രാജാവും ഇത് കേൾക്കാൻ വേണ്ടി കൂടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള പണ്ഡിതന്മാരും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവരുടെ താടിയിലൂടെ താടി മുഴുവൻ മുങ്ങാവുന്ന രൂപത്തിൽ ഒലിച്ചിറങ്ങുന്നതാണ് ചരിത്രം പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, അത് റസൂലിന് അവതരിപ്പിക്കപ്പെട്ടത് ഈ പണ്ഡിതന്മാർ കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താ കാര്യം? മിമ്മ അറഫു മിനൽ ഹഖ്, ഈ സത്യം, ഇത് സത്യമാണെന്ന് ബോധ്യമായപ്പോൾ, അറിഞ്ഞപ്പോൾ. ഞാനൊന്ന് ചോദിക്കുന്നു, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയെത്ര ഗ്രന്ഥങ്ങൾ നാം വായിച്ചു തീർത്തിട്ടുണ്ട്, എത്രയെത്ര പേജുകൾ നാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ നോവലുകളും ഓരോ പുസ്തകങ്ങളും ഒരു രാത്രി ഇരുന്ന് പൂർണ്ണമായി ഉറക്കമൊഴിച്ച് വായിക്കുന്നവരാണ് നാം. യാത്രയിലുടനീളം വായിച്ചു തീർക്കുന്നവരാണ് നാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിശുദ്ധ ഖുർആൻ 114ഓളം അധ്യായങ്ങളുള്ള 6000-ൽ ചില്ലാനം സൂക്തങ്ങളുള്ള ഈ ഖുർആൻ ഒരാവർത്തിയെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അത് ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്നറിയാനുള്ള ഒരു ശ്രമമെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? നടത്തണ്ടേ? നമുക്കും ഈ ഖുർആൻ നമ്മിൽ സ്വാധീനിക്കുന്ന ആളുകളായി നമുക്ക് മാറണ്ടേ സഹോദരങ്ങളെ? അതിനുള്ള ഒരവസരമാണ് ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഒരുക്കുന്നത്. കഴിഞ്ഞ റമദാനിൽ നാം ആരംഭിച്ചതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ അധ്യായങ്ങളുടെ കണ്ടന്റ് മനസ്സിലാക്കാൻ ഖുർആന്റെ അകംപൊരുൾ എന്ന ശീർഷകത്തിൽ ഒരു സംസാരം നമ്മൾ ആരംഭിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഏതാനും അധ്യായങ്ങൾ, ഫാത്തിഹ മുതൽ യൂനുസ് വരെയുള്ള അധ്യായങ്ങളാണ് കഴിഞ്ഞ വർഷം നാം മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ഈ വർഷത്തെ റമദാനിൽ ഹൂദ് മുതലുള്ള അധ്യായങ്ങളുടെ ഉൾക്കാമ്പ് എന്താണ് എന്നറിയാനുള്ള ഒരവസരം ഒരുക്കുകയാണ്. ഈ അവസരം നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഇത് സത്യത്തിൽ ഖുർആനിൻ്റെ ഉൾക്കാമ്പ് എന്താണ് എന്നറിയാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഈ ശ്രമത്തിൽ നിങ്ങളൊക്കെ ഭാഗവാക്കുകളാകണം. എന്താണ് ഖുർആനിലെ അധ്യായങ്ങളിലൂടെ അള്ളാഹുവിന് നമ്മോട് സംസാരിക്കാനുള്ളത് എന്ന് നാം അറിയണം. അതിലൂടെ സഹോദരങ്ങളെ നമുക്ക് ഹിദായത്ത് കിട്ടും, നമുക്ക് സന്മാർഗം കിട്ടും. ഖുർആനിലൂടെ ഹിദായത്ത് ആർജിക്കുന്ന ഏതൊരാൾക്കും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകം പരിഗണനയുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ വആതാഹും തഖ്വാഹും. സന്മാർഗം സ്വീകരിച്ചവർ അള്ളാഹു അവർക്ക് കൂടുതൽ മാർഗദർശനം നൽകുകയും
അവർക്ക് വേണ്ടതായ തഖ്വ അവൻ നൽകുകയും ചെയ്യും എന്നാണ് അള്ളാഹു നമ്മെ കേൾപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് കേൾക്കാൻ സാധിക്കണം. ഈ ഹുദ നമുക്ക് കിട്ടണം. ഇത് ഹുദയായി നമുക്ക് അനുഭവപ്പെടണം. വിശുദ്ധ റമദാനിലെ എല്ലാ ദിവസങ്ങളിലും ദുബായിലെ സമയം അസർ നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ലൈവായി ഈ സംസാരം കേൾക്കാവുന്നതാണ്. ഏതാനും സമയം, ഏതാനും മിനിറ്റുകൾ നമുക്ക് വേണ്ടി സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വിനിയോഗിക്കണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് നിങ്ങൾ ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.